എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ രാവിലെ തന്നെ ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് ആദ്യക്കൂട്ടം വന്നിട്ട് പറഞ്ഞു, ആന്റി എന്നെ ഈ ഡ്രസ്സ് ഇടിയിക്കാൻ പറയണം. അവസാനം ഗത്യന്തരമില്ലാതെ അത് ഇടിയിച്ചു കൊടുക്കേണ്ട വന്നു. എന്നിട്ട് ശ്രുതി പറഞ്ഞു, നീ ഇവിടെ നിന്നോ, അതേ സമയമായെന്ന് പറയണോ, ഒന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഈ സമയത്ത് ശ്രുതിയുടെ അമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ സ്തുതി, നിനക്ക് എങ്ങോട്ടെങ്കിലും പോണോ? നീ രാവിലെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എനിക്കിന്നൊരു ചടങ്ങുണ്ടമ്മേ, അതിന് വേണ്ടിയിട്ട് പോണം. അതാ ഞാൻ ഈ കിടന്ന് ധൃതി വെക്കുന്നത്. നിങ്ങളെ ഒരു പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് പോവാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അതിനെ ഓട്ടോയ്ക്ക് പറഞ്ഞു വിടാം. നിങ്ങൾ പൊക്കോ, സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും, അവിടെ നിന്ന് കയറി പൊക്കോളാൻ പറയണം. ശരി മോളെ എന്നൊക്കെ പറഞ്ഞു. ഈ സമയം ആദ്യം മീരയും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് വിമല ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുതിയോട്, അമ്മ ഒരു മിനിറ്റ്. എന്താ മോളെ? അല്ല, എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറയാം. അതിനിപ്പോ എന്താ മോളെ, എപ്പോഴും എൻ്റെ അനുഗ്രഹം മോളോടൊപ്പം ഉണ്ടാവുമെന്ന് പറയാം. പിന്നീട് വിമലയുടെ കാലിത്തോട്ടി അനുഗ്രഹം മേടിക്കുകയാണ് ശ്രുതി. മോളെ ചേർത്തിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് ഇതെങ്കിലും ഒരു നല്ല ജീവിതം ആകട്ടെ. ഒരു കാരണവശാലും ഇനി മോളുടെ ജീവിതം തകരാൻ പാടില്ല. ആ അമ്മയുടെ മനസ്സ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. തന്നോട് എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും തനിക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണല്ലോ ഒരു പെറ്റമ്മയുടെ മനസ്സ്. പിന്നെ കല്യാണം എനിക്ക് കാണാൻ കഴിയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല മോളെ. വീഡിയോസും ഫോട്ടോസും ഒക്കെ മീര പിടിക്കൂലോ, അവൾ അതെനിക്ക് അയച്ചു തന്നോളൂ. ഞാൻ അതൊക്കെ കണ്ട് സമാധാനപ്പെട്ടോളാന്ന് പറയാം. ഈ സമയം രേവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, നിനക്കറിയാലോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന അമ്മ പറയണേ. എനിക്കറിയില്ല, ഒരു പക്ഷെ എൻ്റെ ജാതകദോഷമാണെന്ന് അറിയത്തില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച വിവാഹ ജീവിതം അല്ലായിരുന്നത്. പക്ഷെ ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതായത് സ്വന്തമായിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി പോലും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. എല്ലാം എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് എൻ്റെ അമ്മായിമ്മ പറയണേ. നിനക്കറിയാലോ ഭഗവാനെ, എനിക്കറിയത്തില്ല, ഒരിക്കലും ഒരു ആൾ നശിക്കണം എന്ന് ഓർത്ത് ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്ന പോലെ എൻ്റെ ജാതദോഷമാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇന്ന് ഈ താലി കുറക്കൽ ചടങ്ങ് നടക്കുന്നതോടുകൂടി എൻ്റെ കഷ്ടകാലങ്ങളൊക്കെ മാറിക്കിട്ടുമായിരിക്കും അല്ലേ. ഞാനും അദ്ദേഹം തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണേ, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരണേ, കാത്തോണേ. എനിക്ക് നീ അല്ലാതെ വേറെ ആരുടെ ഈ സങ്കടങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാന്ന് പറഞ്ഞ് മനഗുരുവി രേവതി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഓട്ടോറിക്ഷ കയറി ആദ്യം വിമലയും കൂടെ പോവാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോറിക്ഷ ഒന്ന് സ്റ്റക്കായി. എന്തായിട്ടാ, എന്ത് പറ്റി? എന്താണെന്ന് അറിയത്തില്ല ചേച്ചി, ഓട്ടോറിക്ഷയ്ക്ക് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റിയുണ്ട്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇവിടെ നിങ്ങോട്ട് നടന്നോളാൻ പറയാണ്. കുറച്ച് ദൂരമുള്ളൂ സ്റ്റാൻഡിലേക്ക്. എത്ര രൂപയായി? 100 രൂപ ആയതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നടന്നു പൊക്കോളാൻ പറയാം. അങ്ങനെ അവർ രണ്ടുപേരും നടക്കുമ്പോൾ ആദ്യം പറഞ്ഞു, അത് മുത്തശ്ശി, എനിക്ക് കയ്യിലാതെ കാലുവേദന എടുക്കുന്നു, എനിക്ക് മടുപ്പാ നടക്കാന്, നമുക്ക് വേറെ വണ്ടിക്ക് പോവാം. അത് മോനെ, ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എത്തുമെന്ന് പറയാണ്. ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയ രേവതി അങ്ങോട്ട് വരുന്ന കണ്ടേ. രേവതി ഓപ്പോസിറ്റ് നടന്നു വരുന്ന കണ്ടത് പെട്ടെന്ന് ആദ്യക്കൂട്ടം പറഞ്ഞു, അതേ രേവതി ആന്റി എന്ന് പറഞ്ഞ് ഓടിപ്പോയി രേവതിനെ കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് വിമലയും കൂടെ ചെന്ന് ചോദിച്ചു, അല്ല മോളെ, മോളെന്താ ഇവിടെ? ഞാൻ ക്ഷേത്രത്തിൽ വന്ന. അപ്പൊ സ്ഥിരമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരെ വണ്ടല്ലേ എന്ന് ചോദിക്കണേ. അങ്ങനെയൊന്നും ഇല്ല, പിന്നെ ഇന്നൊരു ചടങ്ങുണ്ട് വീട്ടിൽ, അതുകൊണ്ടാ. അല്ല, എന്ത് ചടങ്ങാ മോളെ? അത് എന്റെ താലി ഉറക്കൽ ചടങ്ങലാ, ശാന്തി മുഹൂർത്തം ഒക്കെ. ആഹാ, ഇതുവരെയായിട്ടും അതൊന്നും നടന്നില്ലായിരുന്നോ? അത് കൊള്ളാലോ. അതൊക്കെ നടക്കേണ്ട ഒരു സമയമുണ്ടമ്മേ, ആ സമയത്ത് അത് നടക്കുള്ളൂന്ന് പറയും. ശരി, അല്ല അമ്മ ഇത് എടപ്പോയതാ? ഞാനിവിടെ തൊട്ടടുത്താണേ, എൻ്റെ മോള് താമസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവിടെ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. എന്നാ വാ, വീട്ടിലൊന്ന് കയറിയിട്ട് പോവാം. വേണ്ട, എനിക്ക് ചെന്നിട്ട് കുറെ ജോലികളുണ്ടെന്ന് പറയാം. അതൊന്നും സാരമില്ല, വീട്ടിൽ കയറിയിട്ട് പോവാം. അപ്പൊ ആദ്യക്കുട്ടനും പറഞ്ഞു, വാ ആന്റിയുടെ അടുത്ത് കയറിയിട്ട് പോവാന്ന് പറയാ. വേണ്ട മോനെ, നമുക്ക് പിന്നീട് ഒരു വരാന്ന് പറയണം. പെട്ടെന്ന് രേവതി ഇവിടെ വരെ വന്നിട്ട് എങ്ങനെയാ, വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോ, അത് ചടങ്ങുകളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ട് പോയാൽ പോരെന്ന് ചോദിക്കാം. പെട്ടെന്ന് വിമലയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യം, സ്വന്തം മോൾക്കാണെങ്കിൽ താൻ കല്യാണത്തിന് വരണ്ടെന്നാ, പക്ഷെ ഇവിടെ ഈ മോളാണെങ്കിൽ താലി ഉറക്കൽ ചടങ്ങിന് വരണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് രേവതി അവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ആകെപ്പാടെ സമനില തെറ്റിയ പോലെ ചന്ദ്രമതി നിൽക്കുക. ബാമ പറഞ്ഞു, നീ എന്ത് നിപ്പാ ചന്ദ്രയെ നിൽക്കണേ? നീ ഇവിടെ എന്തൊക്കെ ജോലികൾ നടക്കുന്നു, അവരോട് ചെന്ന് ആ ജോലികളൊക്കെ ചെയ്തുകൂടെ? ഇത് കണ്ടോ, നിന്റെ അമ്മ വരെയാണെങ്കിൽ ഓടിപ്പാഞ്ഞിരുന്നല്ലേ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെയ്യാത്തൊരു കുഴപ്പം കൂടെ ഉള്ളൂ, എനിക്ക് ഇഷ്ടമില്ലാന്ന കാര്യം അറിയാതെ നിനക്ക്. ഈ ചടങ്ങ് എനിക്ക് ഇഷ്ടമില്ലാതെ നടക്കുന്ന, പിന്നെ ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേണമെങ്കിൽ അവരൊക്കെ ചെയ്തോളും. അല്ലാലും എനിക്ക് ഇതിനകത്തൊരു പങ്കുമില്ലെന്ന് പറയാം. എന്നാലും അതാണോ ശരി? നിന്റെ മകന്റെ അല്ലേ? പിന്നെ മകന്, അവനെനിക്ക് കണ്ണെടുത്ത കാണത്തില്ല, നിനക്കറിയാലോ. പിന്നെ അവന്റെ ഭാര്യയായിട്ട് വന്ന അവളെ എനിക്ക് ഇഷ്ടമില്ല. ഇനി എന്റെ ശ്രുതിമോളാ വരാൻ പോന്നെ. ശ്രുതിയുടെയും ചടങ്ങാണ് എല്ലാത്തിനും മുൻപന്തി നിന്ന് ഞാൻ നടത്തും. പക്ഷെ ഈ ചടങ്ങിന് എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം.
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിയും ആദ്യം വേലയും കൂടെ അങ്ങോട്ട് വരുന്നേ. അപ്പൊ ആദ്യം ഓടി അങ്ങോട്ട് വരുവാണ്. ഇതാണ് ആന്റിയുടെ വീടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ മോനെന്ന് പറയണം. ഇതാരെയും വിളിച്ചോണ്ട് ഇവള് വരുന്നേ? വഴിയെ കണ്ടവരെല്ലാം വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുവാന്ന് തോന്നേ. ഈ സമയത്ത് കലാവതി മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. മുത്തശ്ശനെ കണ്ടപ്പോ അച്ഛമ്മേന്നും വിളിച്ചു ഓടിച്ചെന്ന് ആദ്യം കെട്ടിപ്പിടിക്കുവാണ്. അത് അച്ഛമ്മയുടെ മോളുടെ വീടാണെന്ന് ചോദിക്കുവാണ്. അതേന്ന് പറയാണ്. ഇപ്പൊ രേവതീനെ മാറി മാറി നോക്കുവാണ് ചന്ദ്രമതിയും ബാമ്മ. അവർക്ക് ആരാ എന്താണെന്നൊന്നും മനസ്സിലായില്ല ഈ വന്നിരിക്കുന്നേ. ഈ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ ചോദിച്ചു, ആരമ്മ ഇത്? ആരാന്ന് ചോദിക്കണം. അല്ല അന്ന് പറഞ്ഞിട്ടില്ലേ മോനെ ഒരു കാര്യം, അന്ന് കുളത്തി വീണ സമയത്ത് രേവതിനെ രക്ഷിച്ചത് ഈ മോൻ വിളിച്ചു പറഞ്ഞിട്ടാ ഇവന് സച്ചിയോട് പോയി പറഞ്ഞ്. അപ്പൊ സച്ചി പെട്ടെന്ന് വന്ന് രക്ഷിച്ചെന്ന് പറയണം. ആഹാ കൊള്ളാലോ, നീ ആളെ കാണുന്ന പോലെയൊന്നും അല്ലോ, മിടുക്കനാണല്ലോ എന്ന് പറയാം. ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് അവനെ എടുത്തോണ്ട് ആ ചേറയിലേക്ക് അങ്ങോട്ട് പോയിരിക്കുവാണ്. അല്ല മോന്റെ പേരെന്താ? എന്റെ പേര് ആദീന്നാ. അന്നുണ്ടല്ലോ അങ്കിളെ, അന്ന് ആന്റി കുളത്ത് വീണ സമയത്ത് ഞാനാ ഓടിപ്പോയി അവിടുത്തെ സച്ചിയങ്ങളോട് പറഞ്ഞത്. സച്ചിയങ്ങൾ ഓടി വന്ന് രക്ഷപ്പെടുത്തിയത്. ഈ സമയം കലാവതി മുത്തച്ഛി പറഞ്ഞു, ദൈവം അന്ന് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ എന്ത് ചെയ്തവൻ എനിക്ക് ചിന്തിക്കാനും കൂടി പറ്റില്ല എന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ശരിയാമ്മേ, പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, പിള്ളേരുടെ അടുത്ത് എപ്പോഴും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാ. അല്ലെങ്കിൽ കണ്ടില്ലേ എന്തേലും സംഭവിക്കാൻ പോകുന്ന സമയത്ത് മോന്റെ രൂപത്തില് വന്ന് രക്ഷിച്ചില്ലേന്ന് ചോദിക്കുവാണ്. ശരി, അതെ നിങ്ങളിപ്പോ പോണ്ട, ഇവിടെ ചടങ്ങ് നടക്കും, അതെല്ലാം കഴിഞ്ഞിട്ട് പോയാമെന്ന് കലാവതി മുത്തശ്ശി പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്ക് ധൃതിയുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് രേവതി പറഞ്ഞു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരമായിട്ട് പോയാൽ മതി എന്ന് പറയാം. ബാ അകത്തേക്ക് പോകാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ് അവരെ. ചന്ദ്രമതിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. വഴിയെ പോകുന്നവരെയും കൂടെ വിളിച്ചു കയറ്റിക്ക് അവള് കൊണ്ടുവന്നിരിക്കുന്നു, നാണമില്ലാത്തവള്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാടെ ദേഷ്യമായിരുന്നു. പിന്നീട് ചന്ദ്രമതി അവിടെ നിൽക്കണ സമയത്ത് ബാമ വന്നിട്ട് ചോദിച്ചു, അല്ലേ എന്തരെ നീ എന്താ ഇങ്ങനെ നിക്കണേ? നീ അങ്ങോട്ട് ചെല്ല, ഇങ്ങനെ മാറി നിന്നാലോ. പിന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ വഴിയെ പോകുന്നതിനെ കൂട്ടിക്കൊണ്ട് വന്നേ. ഇനി ഇവിടെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് ആര് കണ്ടു? ആരെയും വിളിക്കട്ടെ, നീ അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയണം. ഈ സമയമാണ് രവീന്ദ്രനും കലാവതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. കലാവതി മുത്തശ്ശി ചോദിച്ചു, അല്ല നീ എന്ത് വേഷം ഇട്ടേക്കുന്നേ? നിനക്ക് ഇച്ചിരി നല്ല സാരി ഉടുത്തുകൂടെന്ന് ചോദിക്കുക. പിന്നെ ഇതൊക്കെ മതി, വലിയ ചടങ്ങൊന്നുമല്ലോ, വീട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങല്ലേ നടത്തുന്നത്, അതിന് ഇതൊക്കെ മതി. ഓ ഇപ്പൊ സച്ചിയുടെ രേവതിയുടെ ആയതുകൊണ്ടായിരിക്കും. ഇനിയിപ്പൊ ശ്രുതിയുടെ ശ്രുതിയുടെ ആയിരുന്നെങ്കിൽ നീ നല്ല സാരിയൊക്കെ ഉടുത്തിരുന്നേനല്ലെന്ന് ചോദിക്കുക. പിന്നെ ഈ പൂക്കാരി പെണ്ണെ പോലെയാണോ അവള് ശ്രുതി? അവളെ ഇവളെയും കൂടെ ഒരു ഗണത്തിൽ കെട്ടലെന്ന് പറയാം. ചന്ദ്രമതിയുടെ ഈ സംസാരം കേട്ടപ്പോ കലാവതി മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി പറഞ്ഞു, ചന്ദ്രൻ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ താത്തി കെട്ടല്ലെന്ന്. അവള് നിന്റെ മരുമകളാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ മരുമകളായവളെ കുറിച്ച് നീ എന്തിനാ ഇങ്ങനെ പറയണേ? രേവതിനെ പോലെ ഉള്ളൊരു നല്ലൊരു മരുമകളെ കിട്ടിയാൽ നീ ദൈവത്തോട് നന്ദി പറയുക ചെയ്യട്ടെ, അതിന് പകരം കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. രവീന്ദ്രൻ പറഞ്ഞു, ബാമ്മേ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മയ്ക്കറിയാലോ അവൾ എത്രയാളും നന്നാൻ പോകുന്നില്ല. അമ്മ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി മുറിയെ കാണിച്ചു കൊടുക്കുവാണ്. അതെ അമ്മ ഇവിടെ ഇരിക്കും കേട്ടോ, ഞാനൊരു കാര്യം ചെയ്യാം, അവന് കഴിക്കാൻ ഫുഡ് എന്തെങ്കിലും എടുത്തോണ്ടിരാന്ന് പറഞ്ഞ ആദിക്ക്. അതൊന്നും വേണ്ട മോളെ, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഫുഡ് എടുത്തോണ്ട് വരാം, അമ്മ ഇവിടെ ഇരിക്കാനും പറഞ്ഞ് രേവതി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ പോകുന്ന സമയത്താണ് പുറത്ത് സുധിയുടെ ബൈക്ക് വന്നതന്നെ. അപ്പൊ സുധിയും മീരയും കൂടെ ഇറങ്ങി. മീരയോട് അതെ നീയും കൂടെ വാ, ഞാൻ തന്നെയുള്ളൂ. പിന്നെ തന്നെയുള്ളൂ, ഞാൻ വരുന്നൊന്നുമില്ല, നീ തന്നെ പോയാൽ മതി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ. അതെന്താ? ഇവിടെ പറയുന്ന നീ നുണകളെല്ലാം കേട്ടിട്ട് എന്റെ ചങ്ക് താർന്നു പോകും, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നെ അങ്ങനെ രക്ഷപ്പെടുത്തിയ ഇന്ന് ഒറ്റ ദിവസത്തേന് നീ എന്താന്ന് വെച്ചാൽ കാണിച്ചു. നിന്റെ ഭാവി അമ്മായിമ്മയുടെ വീടല്ലേ, അതുകൊണ്ട് നീ അങ്ങോട്ട് പൊക്കോ, ഇനിയിപ്പൊ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഭാവി വരണ എവിടെയുണ്ട്, ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറയണം. അങ്ങനെ ശ്രുതി വിറയ്ക്കുന്ന കാലുകളോടെ നേരെ വീട്ടിലേക്ക് കയറി വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.